ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ, കുറച്ച് കാലത്തിന് ശേഷമാണ് എല്ലാവരെയും കൂട്ടിയിണക്കി കിട്ടുന്നത്. പക്ഷേങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടെ കൊള്ളാത്തതുകൊണ്ടും കുറച്ച് ആൾക്കാർ ഇന്നലെ കുറച്ച് ടീം കൊച്ചിക്ക് പോയിട്ടാണ്. അസറു, ബാസിൽ, അർഷി, നബീൽ, ആ ടീം ബാസിലിനെ ആക്കാനും ഇതിനൊക്കെ ആയിട്ട് കൊച്ചി പോയാൽ കൊച്ചി എക്സ്പ്ലോറേഷന് പോയി. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കാണ് ഇതിൽ പോകാൻ പറ്റുക. അപ്പോൾ ഇതിൽ പോകണത് നമ്മൾ ഇമ്മച്ചി, ഇപ്പച്ചി, അഫി, പിന്നെ നമ്മളെ ഉണ്ട്, അതുപോലെ തന്നെ ഈച്ചുണ്ട്, സിദിനുണ്ട്, സൗദുണ്ട്, പിന്നെ രണ്ടാൾക്കാർ ലാസ്റ്റ് എത്തും. ലാസ്റ്റ് ഭാഗമാകുമ്പോൾ രണ്ടാൾ അവിടെ എത്തും. രണ്ടാളും കൂടി നമുക്ക് വരാണ്ട്. ജിമ്മി, സൽമാൻ വരും എന്നാണ് പറഞ്ഞത്. ഒക്കെ നേരത്തെ പോകേണ്ടതാണ്. ഇപ്പം ആകെ കബകുബിയായി ഓരോരുത്തർ ഓരോ ടൈമിലായി മാറി. അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ എവിടേക്കുമല്ല, വിശിഷ്ടമായ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഒരുക്കങ്ങൾ ഇവിടം വരെ എത്തിയെന്ന് കാണാം. അപ്പോൾ ഡിങ്കും ഇങ്കും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിന് ഓസ്ട്രേലിയൻ്റെ അതിൽ ഇന്ത്യൻ ടീം ഇറങ്ങണ ആ ഒരു ഇതിൽ വന്ന് നിൽക്കണം രണ്ടാളും. ഒരാൾക്ക് പാൻറ്റില്ല, ഒരാൾ ഇന്ത്യൻ ടീം കറക്റ്റ് ഇന്ത്യൻ ടീമിൻ്റെ കോസ്റ്റ്യൂം മറ്റേ ശുഭമങ്കിലൊക്കെ ഒരുങ്ങിക്കണ പോലെ ഒരുങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ ഇനിയിപ്പോൾ നമ്മളെ യങ് ഓൺടർപ്രണർ ഓഫ് കൂറ്റമ്പാറ ഇവിടെ ഇതിലങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ യങ് ഓൺടർപ്രണർ നമ്മൾ കൂടെ വരാനുള്ളൊരു സാഹചര്യത്തിലല്ല ഇരിക്കുന്നത്. കാരണം ബിസിനസ് ബിസിനസ് കുത്തി കയറി ഇടിച്ചു കയറി നിൽക്കുന്ന ഒരു ടൈമിലൂടെയാണ് നമ്മുടെ ഓൺടർപ്രണർ കടന്നു പോകുന്നത്. നിങ്ങൾ എന്താണ് ഇപ്പോഴത്തെ തുടങ്ങിയത്, റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്? ഉപ്പിലിട്ട് അച്ചോടാണ് ഇപ്പോഴത്തെ. എന്തൊക്കെ ഉപ്പിലിടും നിങ്ങൾ? മാങ്ങ, പൈനാപ്പിള്, ക്യാരറ്റ്, കക്കരിക്ക, ജമന്തിപ്പൂ, മല്ലിക. ജമന്തി, മല്ലിക ഒന്നും ഇല്ലാതെ ഒരു ഉപ്പിലിട്ട ഷോപ്പാണ് റിച്ചുബായ് തുടങ്ങിയത്. ഏത് ഭാഗത്തായിട്ടാണ് ഷോപ്പ് വരുന്നത്? നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന സാധനം വാങ്ങാൻ സ്കൂൾ പടി ഭാഗത്ത് അവിടെ പോകിയിട്ട്. അപ്പം സ്കൂൾ പടി ഭാഗത്താണ് റിച്ചുബായ് തൻ്റെ ഷോപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ റിച്ചുബായിൻ്റെ ഷോപ്പിൻ്റെ എക്സ്ക്ലൂസീവ് വ്ളോഗ് ഇന്നിപ്പോൾ നേരല്ല, നമ്മൾ വൈകാതെ തന്നെ എടുക്കുന്ന റിച്ചുബായിൻ്റെ ഷോപ്പിൽ പോയിട്ട് ആ ഒരു ഷോപ്പ് എക്സ്പീരിയൻസിങ് ഇതും സംഭവങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഓൺ വോയിസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈച്ചു അവർക്കവിടെ പുഷ്പൻ്റെ കുപ്പായിട്ടിട്ട് അവിടെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. അവിടെ എന്തോ ഗ്യാസ് സിലിണ്ടർ എന്തോ നന്നാക്കി ഇരിക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ വണ്ടി റെഡി ആയിട്ടോ. എന്തൊക്കെ ലഗേജിലുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. തൽക്കണിയൊന്നും റിസോർട്ടിൽ ഇല്ലേ? തലയണയൊക്കെ റിസോർട്ടിലുണ്ടാവും. ഒരു തലയണയും ഒരു പുതപ്പും പിന്നെ ഇതിൽ ഇത് ഐസ് ബോക്സ് ആട്ടോ. ഇതിൽ ഒരു സർപ്രൈസ് സാധനമുണ്ട്, അത് അവിടെ എത്തിയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ വെള്ളക്കുപ്പി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഫീഫിൻ്റെ ഒരു 5-6 ജേഴ്സി പിരാന്തൻ അഫീഫ്. പിന്നെ ഇതിൽ മെഷീൻ്റെ ഡ്രസ്സ്, ഇതിൽ കുപ്പി കിടക്കുക, പാത്രം. ഇതോടെ നിർത്തി പോവാ പേരാ പാത്രം. ചോറും ചിക്കനൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ എൻ്റെ എളിയ ബാഗ്, എൻ്റെ ഒരു ഷൂ ഉണ്ട്. എന്നാ പോവല്ലേ? എന്താണ് പറയാനുള്ളത് യാത്രയെക്കുറിച്ച്? യാത്ര എന്ന് പറഞ്ഞാലേ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടേ ഒരു പ്രാർത്ഥന ഉണ്ടാവും. ഇന്ന് കണ്ടുമുട്ടുന്ന ആളുകളെ ഇന്നത്തെ ദിവസവും നല്ലതാവണേന്നല്ലേ. സത്യം പറയാലോ, ഇന്ന് രാവിലെ തന്നെ 5 മണിക്ക് ഇവിടുന്ന് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോയത്. ചെന്നപ്പോൾ നമ്മളെ കരുവാരക്കുണ്ട് നീലാഞ്ചേരിയുള്ള ശരത് സാറെ ഡെസ്കിലാണ് നമ്മളെ പാസ്പോർട്ട് മറ്റേ സേവാ കേന്ദ്രം ഉണ്ടല്ലോ മലപ്പുറം, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്നുപെട്ടത്. ഇതിന് മുമ്പ് നമ്മൾ അഫീഫിനെ കൊണ്ടുപോയപ്പോഴും അദ്ദേഹമായിരുന്നു കാരണം അവിടെ കുറേ ഡെസ്കുകളുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് ഒരു നല്ല സ്ഥലത്താവുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും നല്ലതായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബിഗ് താങ്ക്സ് കൊടുക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് ഉപയോഗപ്പെടുത്തി ആ ഒരു അവസരം കിട്ടിയില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം എല്ലാം എൻ്റെയും പിന്നെ വൈഫിൻ്റെയും അമ്മച്ചിൻ്റെയും പിന്നെ പെട്ടെന്ന് ടക്കാന്ന് പറഞ്ഞ കണ്ടത് ചെയ്തു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പിന്നെ എന്താക്കി തന്നു, വെട്ടി തന്നു. അതേപോലെ തന്നെ അഫീഫിൻ്റെതും അന്ന് ചെന്നെന്ന്. അപ്പോൾ നമ്മൾ ഒരാളെ ഒരു ഡെസ്കിൽ ചെല്ലുമ്പോൾ അയാളുടെ ആ ഒരു സഹകരണം ഉണ്ടല്ലോ, സപ്പോർട്ട്, അത് എല്ലാ ഓഫീസിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. മിക്ക ഓഫീസിൽ നിന്ന് കിട്ടാറില്ല. അത് താഴെ പോയി അവിടെ പറഞ്ഞുതരാൻ ആളുണ്ടാവും. അവിടെ പോയി നോക്കി അതിൻ്റെ കൂടെ എന്തൊക്കെ വേണ്ടത് അതൊക്കെ അവിടെ ചോദിച്ചാൽ മതി അറിയും.
ഇങ്ങനെ ഈ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയിട്ട് ആളുകളെ ചടപ്പിച്ചു വിടുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ സ്മൂത്തായിട്ട് എല്ലാം വളരെ ആയിട്ട്. അപ്പം ശരത് സാർ എന്നും നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഇതുണ്ടാവും, ഒരു ഓർത്ത് വെക്കുന്ന ഒരു കഥാപാത്രമാണ്. ഓക്കെ. അപ്പൊ ശരത് സാറെ കുറിച്ചാണ് ഇപ്പച്ചി 2 വാക്ക് പറഞ്ഞു കേട്ടോ. അവിടെ എന്റെ ഫോണോട് അടിക്കണേ ഈ സന്ത കാട്ടണേ അതാ തീക്ക് അടിച്ചേണ്ട ടെസ്റ്റ് ചെയ്യണേ. അടിച്ച ഒന്നുകൂടി അമർത്തിയടി. ആ ചെങ്ങായി ജസ്റ്റ് മിസ് കേട്ടോ. കാണാൻ വന്ന നമ്മളെ ഇതെന്തിനാ ഇങ്ങനെ പോയി വലിച്ചിട്ട് എന്തിനാണ് ഇത് ഇങ്ങോട്ട് അടിച്ചോ അങ്ങോട്ട് അടിച്ചാ മതി ഒരേ അടിച്ചോ അടക്ക്. അപ്പൊ സാധനം വർക്കിംഗ് ആണ് കേട്ടോ. എടാ മാറിക്കടാ അവിടെ വന്നിക്കല്ലടാ. മതി മതി മതി. ഓ ഫയർ എക്സ്റ്റിങ്വിഷറാണ് അടിക്കുന്നത് കേട്ടോ. ആച്ചമത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പുക വിടുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഫയർ എക്സ്റ്റിങ്വിഷർ അടിച്ചു കൊടുക്കണം കേട്ടോ നമ്മള്. അന്റെ പീടിയിലേക്ക് കച്ചവടത്തിൽ വെക്കണോ? വണ്ടിമ്മക്കാണല്ലോ വരുന്നേ. പോരി പോരി പോവാ. അപ്പൊ നമ്മൾ ഇറങ്ങിട്ടോ. ആരാണ് തിറപ്പേ? ഹലോ. ആ STD ആരാ? ആ പറയ്. അത് കേസിന് കൊടുത്ത്. ഇല്ലില്ല അത് കേസിന് പോവാ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് തൽക്കാല സെറ്റപ്പിന് നമ്മളെ സ്റ്റാൻഡ് പൊട്ടിട്ടോ. അത് വരുമ്പോ എല്ലാം ഒപ്പാണ് വരിക. അന്ന് മൈക്കിന്റെ കണിപ്പും പൊട്ടി, മൈക്ക് ഇപ്പൊ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ. അതേപോലെ നമ്മളെ വ്ളോഗിന് പിടിക്കണ സ്റ്റാൻഡും പൊട്ടി. വരുമ്പോ എനിക്ക് അങ്ങനെയാണ്, കണ്ടകശന് വരുമ്പോ ഒന്നായിട്ടാണ് വരിക. ജിതിൻ ഇപ്പൊ തന്നെ കൊയങ്ങിയ പോലെ ഉണ്ടല്ലോ. പാട്ട് വേണീനോ വണ്ടിയില്? ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് പ്രത്യേകത? ഈ വണ്ടിയിലോ തിന്നാ വരെ കിട്ടി. ഫുള്ള് കഴിഞ്ഞോ? ഫ്രൂട്ടി 7-Up ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതില്. എടാ കിടക്കുന്ന ചിപ്സ് ഒക്കെ. ഈ വണ്ടി മുന്നിൽ പോയപ്പോ ഞങ്ങളെ പ്രകോപിപ്പിച്ചു പോവാ. ഇവര് മുന്നിൽ എടുത്തേണ്ടേ ഇങ്ങനെ ചിപ്സും സാധനങ്ങളൊക്കെ കേട്ടോ. അതിൽ ഇപ്പൊ ചെന്നാറ സൈഡാക്കി പറഞ്ഞേ. അത് പണ്ട് ഇതാട്ടോ ഇപ്പച്ചാണ്. പണ്ട് ഐസ് നിരുത്, ഐസ് കേടാണ്, ഐസ് മറ്റേ വെള്ളത്തിൽ നിർത്തി ഉണ്ടാക്കണാണ്, അങ്ങോട്ടാണ് അരിച്ചാൽ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയാണ്ടേ. വലുതായപ്പം ആ മാസ് ലുക്കിൽ നമ്മളപ്പോൾ ഇരുന്നാണ്ട് പേരും തീറ്റട്ടോ. ഈ പാപ്പരൊക്കെ എന്താ അപ്പത്തെ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും. ഐസ് അതിൽ നിർത്തുണ്ടാക്കണാണ്, ഇതിൽ നിർത്തുണ്ടാക്കണാണ്, അത് തിന്നരുതെന്നൊക്കെ പറഞ്ഞിട്ടേ. ഒന്ന് നോക്കി ആസ്വദിച്ച് നോക്കുന്നുണ്ട്. ഐസ് സ്ട്രോബെറി ആണെന്ന് തോന്നും. വണ്ടികൾ മാഷാല്ലാ കാണിച്ചെടുക്കി. മാഷാല്ലാ ഇനിയൊന്നുമില്ല, ഇനി 8ഉം 10ഒന്നും ഇല്ല. ഇതിന് കൊടുത്തതിന്റെ കടന്ന വീടാനാണ്. ഇവിടെ ആനനെ കണ്ട്. ആനന്റെ ഒരു ആനന്റെ അവിടെ അവിടെ മാന പൊടിയിട്ട് ആ വളവെന്ന് നോക്കണം. സൈഡിൽ എത്തിയാ പിന്നെ കാട് മൂടി കിടക്കും. ആന മറ്റേ പൊടിയില്ലേ ജലദോഷത്തിനുണ്ടേ, മറ്റേ തലയിൽ ഇടണേ ഇവിടെ ഇടൂലേ? അങ്ങനത്തെ പൊടി പൊടിയിട്ടുണ്ട്. ജലദോഷം പിടിച്ചുമ്പോ ആനക്ക് ഇടും അങ്ങനത്തെ പൊടി. അല്ല, ആനക്ക് ജലദോഷം പിടിച്ചു കഴിഞ്ഞാല് എന്റെ അമ്മക്ക് ജലദോഷം പിടിച്ചപ്പോ ഒരു പൊടി ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഇങ്ങനെ വരുത്തും അറിയോ? ആ പൊടി ആനക്കൊക്കെ അങ്ങനത്തെ പ്രശ്നം വരുമ്പോ അതിന്റെ പൊടി എന്ത് ചെയ്യും, ബക്കറ്റിൽ എടുത്തിട്ട് ഫോറസ്റ്റുകാർ ഇടും. അവിടെ ഇട്ടാണ്ട് നിക്കണേ ഫുള്ള് മേതൊക്കെ ചുമന്ന കളർ, ചുമപ്പ് കളർ. എന്ത് പൊടിയാണ്, എന്ത് പൊടിയാ ഇപ്പൊ ഇടുക? ജലദോഷത്തിന് ഇടുന്ന പൊടി ഇവിടെ ഇടണേ, മൂർത്താലിടണേ അശ്വനാദി. അശ്വനാദി പൊടി എന്നും ഇതേപോലെ തന്നെ. ഞാൻ അയച്ചെടുത്ത് നോക്ക്. നോ സർവീസ്. വൈഫൈ അല്ലേ കുട്ടാ? അതില്ലെങ്കിൽ നമ്മളതിന് ചെയ്യില്ലേ.
അതന്നെ, വൈഫൈ ഞങ്ങൾ കൊടുക്കും. ഒരു 30 രൂപ തന്നെ ഗൂഗിൾ പേ ഇറങ്ങിയുള്ള അഫീഫ് എന്താ വാങ്ങിയേ? മുത്തേ എനിക്കൊരു മുന്തിരി മോൾ. അതിന്റെ പേരതാ നല്ലല്ലേ? തണുപ്പുറവാ വേറെ ഏതാ നേരത്തെ 7up മൗണ്ടൈൻ്റെ ഒന്നും വേണ്ട. വേറെ ചായ പറഞ്ഞിട്ട് ഞാനടേ എന്നാ അത് കുഴപ്പമില്ല. നോ പ്രോബ്ലം. താങ്ക്സ് ബ്രോ. ഹായ്. അപ്പോൾ അഫി എൻ്റെ മനസ്സറിഞ്ഞ അനിയനാണ് ടോഫി. ഓ ഓനെ ഊട്ടി വർക്കിയിട്ട് ഈ വെച്ചിരിക്കണ ഫുള്ള്. ഹായ്. ഇതൊക്കെ ഫുള്ള് ഊട്ടി വർക്കിയിട്ട് മക്കളെ. മാഷാ അല്ലാ. ഓ ഊട്ടി വർക്കിൻ്റെ ഫാക്ടറിയിലാണ് കേട്ടോ അപ്പോൾ നമ്മളുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് തോന്നുന്നു. ചാതി എനിക്കൊരു ചായ. ഹായ്. കുറച്ച് സ്ട്രോങ് ആക്കി കളി. ആ പൊടിക്ക് സ്ട്രോങ് ആക്കി കളി. ആ ആരാ ആരാ ഫോണാ? അത് കണ്ണൂരപ്പം. ഞങ്ങൾ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ അപ്പം. രാവിലെ പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പോഴേ എന്താ പോയിട്ട് അതിന്റെ നേരെ മുന്നിലല്ലേ ഷുണ്ടോപ്പിട്ടോ ഷുണ്ട് ഷോത്തു നാവ് ഷോട്ടേക്കണേ. ഐശ്വര്യാണിതേ ഷോബർ ഐസ്ക്രീം ഉണ്ടോ? ഞാൻ പച്ചനോട് പറഞ്ഞേ ചിക്കു തിന്നാ മതി കേട്ടോ. അതിലിപ്പോ ചേർന്ന് ഇതല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ടോണിക്കിന്റെ ടേസ്റ്റ് പിന്നെ തിന്നാക്കാനും പറ്റില്ലല്ലോ. കോല് വേസ്റ്റിലിടാ ചായ. ആ പ്രശ്നമില്ല. അത് സാറിലേക്കാ നല്ല ചായ. ഒരു തുണിയെന്നളി മേത്തായില്ല. അതെന്തേ ഇല്ലില്ല നമ്മളെ മേത്തായിട്ടില്ല. എന്ത് നിങ്ങളെ കയ്യിൽ നിന്ന് ചാടിയോ? കൈ കൊളുത്തില്ലേ? ഒരു ശീലെടുത്താൽ എന്റെ കോഫിക്കൊന്നും പറ്റിയില്ലല്ലോ. ഞാൻ കുടിച്ചോളൂ. ആ കയ്യിൽ വരേ അത് സീനില്ലേ വരുമ്പോ വരും. ഇപ്പൊ തന്നെ ഒരു മൈക്ക് ഇങ്ങോട്ട് ഇട്ടിനിയാവും. ഇങ്ങനെ ഇടാൻ പോയി. പിന്നെ ആലോചിച്ച് എന്തിനാ മൈക്ക് ഇടണത്? അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എടുത്ത് സഹകരിക്കുന്നത് കണ്ണൂരിന്റെ മുത്താണ്ടോ. കണ്ണൂരിന്റെ മൈക്കിൾ ജാക്സൺ. നമ്മളെ സ്വന്തം അസീബിക്ക ഉണ്ടോ? അസീബിക്ക ഫാൻസില്ല. നമ്മൾ ഇന്നലെ ഇട്ട ഷോർട്സ് എല്ലാവരും കണ്ടുക്കണം. ടോവിനോന്റെ അസീബിക്കന്റെ എഡിറ്റ് കേട്ടോ. അസീബിക്ക ഒരു ഉറങ്ങിക്കിടക്കുന്ന കണ്ടന്റ് ക്രിയേറ്ററാണ്. അങ്ങനെ വലിയ റിസ്ക് ഉള്ള കണ്ടന്റ് ഒന്നും പെട്ടെന്ന് തരൂല. ടൈം എടുത്തിട്ടാണ് അസീബിക്ക ഇറക്കുക. പക്ഷെ എന്നാലും അസീബിക്കാന്റെ കമ്പനീന്റെ പേരെന്താ? ലീഫ് ആഡ്സ്. അപ്പൊ ലീഫ് ആഡ്സ് എന്നുള്ള കമ്പനി നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അഡ്വർടൈസിങ് ഒക്കെ ചെയ്യും. അപ്പൊ കണ്ണൂർ ഏരിയയിൽ ഒരു പ്രൊമോഷൻ കൊടുക്കട്ടെ. അപ്പൊ കണ്ണൂർ ഏരിയയിൽ റീൽസ് എടുക്കാൻ, സംഭവങ്ങൾ എടുക്കാൻ, കാര്യങ്ങൾ എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ആവശ്യം എന്ന് വെച്ചാൽ അസീബ് ഖാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. അസീബ് ഖാന്റെ വിഷ്വൽസ് നമുക്ക് ഈ ട്രിപ്പിൽ കാണാൻ പറ്റുമോ? ക്യാമറ എടുക്കണോ? അസീബ് ഖാൻ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ് ഫാമിലി വൈബ് റീൽ ഇറങ്ങുന്നതാണ്. ഓക്കെ, അസീബ് ഇറക്കേണ്ടി വരും. പ്രൊമോഷന് കിട്ടി ഇറക്കാതൊക്കെ. അപ്പൊ എല്ലാരും അസീബ് ഖാൻ ഈ വീഡിയോ ഇറക്കി തന്നിട്ടില്ല. എല്ലാവരും അസീബിന്റെ തെറിവിളി കമന്റിൽ ഇങ്ങനെ ഇട്ടോ എല്ലാരും. അപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് കാണാം. ജിതിനെ ഇവിടെ വാടാ. ഗുണ്ടപ്പൾട്ട് പിടിച്ചോണ്ട് ചായ നല്ല സെറ്റാക്കിയത്. എടാ ഗുണ്ടപ്പൾട്ടെ പോവാണേ ഗ്ലാസ് അത്
താത്ത് ഗ്ലാസ് ആത്ത് മറ്റേ പേര് പറയണേ. നീ വാന്തി കുട്ടി വന്നാണ്. ഇത് കുട്ടി വരുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഇനി പോണത് എന്താ വെച്ചാല് മൈസൂര് പോവാനുള്ള ഊട്ടി പോവാനുള്ള റൂട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണ കേട്ടോ. അതിൽ നോക്കിട്ടേ തെപ്പക്കാട് ഗുണ്ടപ്പൾട്ട് ഒക്കെയാണ് പോവാ. അപ്പം നമ്മള് ഊട്ടിക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കും പോവാ. ഓക്കെ താങ്ക്സ് കാർ വെച്ചാൽ മതി. ഊട്ടിക്കാണ് അതിലേ പോവാ. നിലമ്പൂരിന്ന് കൂടല്ലൂര് പിന്നെ ഊട്ടി. പക്ഷെ നമ്മളത് ചിന്നക്കണ്ണൂരാണ്. അപ്പൊ എവിടെയാവും? ഇപ്പൊ ഇവിടെ ചിന്നക്കൂനൂരല്ലേ? ഇതെന്താ മസിനഗുഡി, തെപ്പേക്കാട്, ഗുണ്ടൽപട്ട്, മൈസൂർ, ഗുഡല്ലൂർ, എലിഫന്റ്, ടൈഗർ, ചീറ്റ, ഡിയർ, മങ്കി, ഫോറസ്റ്റ്. ഓ ഇവന് വൻ വിദ്യാഭ്യാസം. കാറ്, ബൈക്ക്. ഓ ഇവ ഭയങ്കര നോളജ് ആട്ടോ. ഏതാ ചായന്നു? സീൻ ചായയാണ്. ഈ ചായന്റെ കളർ എന്താ പറയുക? സീൻ ചായ ഉണ്ടോ? ഓ ജി ചായ. ഈ ചായ ടയർ പത്തലും ചായ എന്താ വിത്താ? ഏതാ ചായ? ഏതാ ചായപ്പൊടി? കാക്കേതാ ചായപ്പൊടി? ഗോവ ചില്ലി, പേരക്ക ചില്ലി. ഈ ചായപ്പൊടി ഇവിടെ വാങ്ങിട്ടോ? ഒരു സിപ്പൊടി ചായ. ഇതർക്കാട് ചായപ്പൊടിയാണ്. ചായപ്പൊടി ചായ. ഇതാണ് ചായ. അല്ല നാട്ടിലെ മാട്ടച്ചായ അല്ല ചായ. എന്നിട്ട് നമ്മളെവിടെ നാട്ടിൽ തന്നെ. കമ്പത്തിന്റെ വേസ്റ്റുകൾ ബോക്സിൽ മാത്രം നിക്ഷേപിക്കുക. കമ്പത്തിന്റെ തന്നെ വേസ്റ്റ്? കമ്പത്തിന്റെ തോല്. കമ്പമാണോ? മുളകൊക്കെ തേച്ചാണ്ട് ചരത്തിന് അവിടെ എത്തുമ്പോൾ ബാത്റൂം പോകാൻ മുട്ടിയാണ്ട് ആണ് കൊണ്ടൂര്. അവിടേക്കാണ് നമ്മൾ പോകണം. ആ ട്രെയിനുള്ള ട്രെയിൻ ഉണ്ട്. നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് ഉണ്ട്, വണ്ടി ഉണ്ട്. പക്ഷെ ബുക്ക് ചെയ്ത് വരണം. അത് ചെറിയ ട്രെയിനാ. ഊട്ടിക്കല്ലേ, അധികം ആളുണ്ടാവില്ലല്ലോ. എന്താ ഊറ്റിയെടുത്ത സാധനമാണ്. എന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേരെന്താ? നെല്ലിക്ക. ആപ്രിക്കോടൊന്നല്ല, നെല്ലിക്കാണ്. അടിപൊളിയല്ലേ? ഒത്തിരി ചെമ്പിൽ ഇറക്കി എടുത്തിച്ച് ചൂടാക്കി കുടിക്കും. ഓക്കെ സീൻ ചായ ഒരു രക്ഷയില്ല. നമ്മൾ സൂപ്പർ ചായ ഉണ്ടാക്കി തന്നെ മൂപ്പരാട്ടോ. ആദ്യത്തെ ചായ പൊട്ടി പോയി. ഇങ്ങനെ രണ്ടാമത്തെ തീ പറയ ചായ. ഇതാണ് നമുക്ക് ചായ ഉണ്ടാക്കി തന്നെ നിൽക്കട്ടാ. പേര് പൂവ. നമ്മളെ ബോസാട്ടോ. ഇതാണ് ചായ ഉണ്ടാക്കണ പെട്ടി. ബോസ് ഓടിട്ടോ. വേറെ ഷോപ്പിലാ? അപ്പൊ നിങ്ങൾ ചായ ഉണ്ടാക്കണല്ല, വെറുതെ ഉണ്ടാക്കിയാണ്. അപ്പൊ ഇതെന്താ ഇത്ര ടേസ്റ്റ്? നല്ല രസമുണ്ട്. അടിപൊളി ചായപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ എന്തായാലും നമുക്കിനി ഊട്ടി പോയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഊട്ടി. നമ്മൾ കൊണൂര്. ഏതാണ്? ചെമ്പകൊണൂര് അല്ല, ചിന്നക്കൊണൂര്. എവിടേക്കാ പോണത്? കൊണൂര്. എന്ത് കൊണൂര്? ചിന്നക്കൊണൂരിക്കാണ് നമ്മൾ പോകണം കേട്ടോ. അപ്പൊ നമുക്ക് പോയേക്കാം. അവിടെ ഒരു പരിഞ്ചു കൊടുക്ക്. എന്നാ അതും കൂടി കൂട്ടിയൊരു മുപ്പ് കൊടുക്ക്. പോയിട്ടോ. വൈഫൈ കണക്ട് ആക്കി ഫുൾ പേയ്മെന്റ് ആണല്ലോ. അയ്യോ, ആക്കെ റീഇംബേഴ്സ്മെന്റ് ചെയ്യേണ്ടി വരും. ഹോം അയക്കും വൈകുന്നേരം ആകുമ്പോ. ഐസന്നോ? ഏതാ സിക്കു ചിക്കു ഐസ്ക്രീം തിന്നിരിക്കുകയാണ് മെച്ചി. ഐസ്ക്രീം ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം തമിഴ്നാട്ടിലത്തെ ട്രാഫിക് ലൈറ്റ് ആണല്ലോ കേട്ടോ. സീനാണ്. മൊത്തത്തിൽ കത്തട്ടോ പച്ച. ഒരു ഇതിൻ്റെ ഉള്ളിൽ മാത്രമല്ല കത്തുക, ഫുള്ള് ഓളിനോൾ കത്തും.
മേലക്കല്ലേ ഇതിമലൊന്നുമില്ല ഇതിമലുള്ളൂ ഓറഞ്ച് എത്തുമ്പോൾ ഫുൾ ഓറഞ്ച്. ഓറഞ്ച് എത്തുമ്പോൾ ഫുൾ ഓറഞ്ച്, ചുമപ്പെത്തുമ്പോൾ ഫുള്ള് ചുമപ്പ്, കത്തുമ്പോൾ ഒന്നായിട്ട് കത്തിച്ചേരും. തമിഴ്നാട് ഗവൺമെന്റ് എന്താ ഉണ്ടേ കുറച്ചായിട്ട് എന്നാ ചായ അടിച്ചിട്ടുള്ളൂ. ഒന്ന് സുഹൃത്തുക്കളെ ഇവിടെ എന്തോ വലിയ എന്തോ സീനാട്ടോ. അല്ല DSP വന്നു. DSP സുബ്ബയ്യ സാർ. DSP സുബ്ബയ്യ സാർ വന്നിട്ട് ഫുൾ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സീനായിട്ടോ. ഈ പാസ്സൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കയറ്റിയത് നമ്മളെ. അടിയിൽ പറഞ്ഞ് ഈ പാസ് ഒന്നും വേണ്ടായിരുന്നല്ലോ ഗവൺമെന്റ് തന്നെ. ഇവിടെ ഒരു മന്ത്രി, ഏതൊരു മന്ത്രി വന്നപ്പോൾ, പഞ്ചായത്ത് മെമ്പർ വന്നപ്പം ഈ പാസ് ഉണ്ടാകും. അവിടെ ഡ്യൂട്ടിയൊക്കെ വലിയ കാര്യത്തിലാക്കിട്ടോ. അപ്പോൾ ഊട്ടിയിലേക്കുള്ള വഴി നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇതാണ് കുറുക്കപ്പറ്റ റോഡ് കേട്ടോ. എനിക്കറിയില്ല തന്നെയാണോ ഇത് കാണുമ്പോൾ ഈ ഒരു ആംബിയൻസിന് ആ പേര് മാച്ചാ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പൈൻ ഫോറസ്റ്റിലെത്തിട്ടോ. മുകളിലെടുത്ത ഊട്ടി പൈൻ ഫോറസ്റ്റ്, യൂക്കാലിപ്സ് മരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന. അതാ തേന് അത് നൊൺചിത്തരൊന്നല്ല, തട്ടിപ്പ ഇപ്പൊ ഫുള്ള് യൂക്കാലിപ്റ്റസ് മരങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി ഈ വ്ളോഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്, വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് മിസ്റ്റർ സ്റ്റീൽ. അങ്ങനെ കയറി കഫി ചെയ്യുമേ സുബ്ബയ്യണ്ണൻ. അങ്ങനെ കയറിക്കല്ലേ വെറുതെ പറഞ്ഞ. യൂക്കാലിപ്റ്റസ് ഇല്ലമ്മ, അതിന്റെ തോല് ഉരിക്കും. ഇപ്പൊ തോല് മൊത്തം പോന്നേ. അത് ഓരോ സീസൺ ആവൂലേ? എന്താ സ്ഥലല്ലേ. അണ്ണന്മാരൊക്കെ ആയ കാലത്ത് മരം കുഴിച്ചിട്ട് മറ്റേ പീപ്പിൾ അട്രാക്ഷൻ ഉണ്ടാക്കി. നമ്മളെ നാട്ടിലൊക്കെ ഇല്ല, മരം വെട്ടിയാണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കി. അണ്ണന്മാരെ അട്രാക്ഷൻ ഉണ്ടാക്കിയാല് ഇതിമലോ ഇതിമ എണ്ണ ആക്കാതെ തന്നെ കയറാൻ വയ്ക്കൂല. ഇനിയിപ്പൊ എണ്ണയും കൂടി ആക്കിയിട്ട് യൂക്കാലിപ്റ്റസ് കയറ്റ മത്സരോ നമ്മളും ചാമ്പൽ തുടങ്ങിയോ. എണ്ണയും മുട്ടിയും മരത്തുമ്പോ മിക്സ് ചെയ്താണ്ട് ഇവിടെ ഓണത്തിന് ഇവിടെ ഇതാണല്ലോ കളി. മക്കളെ കേട്ടോളി, ഈ മരം കയറാണല്ലോ. അള്ളാഹ്ക്കറിയാം ഇതൊക്കെ ഉണ്ടോ. കാലാവസ്ഥ ചെറിയ മങ്ങൽ കാണിക്കുന്നു. ആത്മഹത്യയിലൊക്കെ വരട്ടോ. വൻതിരക്ക് മനുഷ്യന്മാര് മരിച്ചാൻ പോണ സ്ഥലത്തും വൻതിരക്ക്. ആൾക്കാർക്ക് എന്ത് കണ്ടാലും മതി. ആൾക്കാർ മരിച്ച സ്ഥലമോ മരിച്ച് കിടക്കണ സ്ഥലമോ എന്ത് നമ്മള് കാണാം. നമ്മളും അത് കാണാണല്ലോ. അതാണ് സൂയിസൈഡ് പോയിന്റ് കേട്ടോ. ആ കുന്നുമുള്ള ആ തലക്കൊക്കെ 5x ഇട്ടാ അതാണ് സൂയിസൈഡ് പോയിന്റ് കേട്ടോ. കണ്ടോളി, അവിടെ പോയി സൂയിസൈഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കേട്ടോ. ലൈൻ കട്ട്. അപ്പൊ ഇവരെല്ലാരും നമ്മള് ഊട്ടി പോണ വഴിക്ക് കണ്ടവരാണ്. എല്ലാരും കണ്ണൂരല്ലേ? ഒക്കെ കണ്ണൂരാരാണ് കേട്ടോ. അപ്പം ഊട്ടി പോയി ഒരു തിരിച്ചു വരണോ. അപ്പൊ നിങ്ങൾ വലിയ വണ്ടിയിൽ വന്നേ, ട്രാവലറിൽ വന്നേ, ബസ്സിൽ വന്നേ? ഓക്കെ. അപ്പൊ എല്ലാരും ഐസൊക്കെ തിന്നിരിക്കായിരുന്നു. എല്ലാരും വ്ളോഗില് കാണലുണ്ടാ? താങ്ക് യു. ക്ലാസ് ടീച്ചറെ താങ്ക്സ് കേട്ടാ. ടാറ്റ. എല്ലാവർക്കും ഒരു ടാറ്റ കൊടുക്കി. ടാറ്റ 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 ടാറ്റ. ഓക്കെ, ബൈ 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 ബൈ. അപ്പോൾ പോണ വഴിക്ക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ചെറിയ ബ്ലോക്കിൽ കുടുങ്ങി നമ്മൾ. അപ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ അഫീഫിനെ വിട്ട കേട്ടോ. അവിടെ വരെ ബ്ലോക്കാണ്. ആരോ വിളിച്ചാണ് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്ട് വണ്ടീൻ്റെ ഫോട്ടോ കേട്ടോ അഫീഫ്. മെല്ലെ വണ്ടീൻ്റെ ഫോട്ടോ എടുക്കാൻ പോയി. ഇങ്ങനെ മടങ്ങി നിന്നിട്ട് എടുത്ത വൻ ഫോട്ടോ കിട്ടുന്ന അഫീഫ്. വണ്ടികൾ വരുന്നേ. വണ്ടി വിട്ടു. പ്രശ്നം ഒരു പരിധി വരെ പരിഹരിച്ചിരിക്കണേ.
ബൈക്കുകാർ ആദ്യം വന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ഒരു പരിധി വരെ പരിഹരിച്ചു. ഈ പ്രശ്നം അഫീഫ് പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടും. നിനക്കറിയാം കേട്ടോ. ഹലോ പാട്ടിട്ട് കളിച്ചു തീർക്കുക. എല്ലാവരും ഇത് വരുന്നുണ്ടോ? വരി വരിയായി വരുന്നു. അതാണ് ആ വണ്ടി. അല്ലാ പടച്ചോനെ, അവിടെ ഫുൾ അലമ്പാണേ. ടീം അലമ്പ്. അപ്പൊ ഇതാ ഇവിടെ ഇത്രയും ആൾക്കാര് വരി നിന്നപ്പോ കേറിപ്പോയ ആൾക്കാരാട്ടത്. ആര് മുന്നിൽ കയറി പോയാലും ബാക്ക് കൊണ്ടുവരും. ആ പോണതാ ഇവിടെ എല്ലാവരും വരി നിന്നപ്പോൾ നിർത്താതെ പോയ കൊയ്യണ്ടിക്കാരനാട്ടെ. അവനെ മുന്നിലൊരു പോലീസ് ഉണ്ട്, അതേപോലെ റിവേഴ്സ് എടുപ്പിക്കുന്നുണ്ട് അവനെ. കുറേ നേരം അവൻ കുറേ മുന്നിലാണ് വരുന്നത്. മാക്സിമം റിവേഴ്സ് എടുത്തിക്കണത്, ഇതിൽ അറിഞ്ഞെടുക്കാനല്ല. അപ്പം ഒരു വരി എല്ലാവരും നിൽക്കുമ്പോൾ എല്ലാവരും വരിക്കുക, വരി നിന്ന് പഠിക്കുക. അല്ലാതെ ഇയാളെ പോലെ കയറി പോകാതെ കേട്ടോ, ഈ ചങ്ങന്മാരെ പോലെ. ഇയാളല്ല കേട്ടോ. അപ്പോൾ ബാക്കത്തെ വണ്ടിയിൽ ഒരു അതിഥി ഉണ്ട് കേട്ടോ. ബോസെ കണ്ട് ഡ്രൈവറിൻ്റെ കൂടെ കയറി നിൽക്കണം കേട്ടോ. ലാബല്ല ഫിയെ, ഗോൾഡൻ റിട്രീവറോ? പട്ടിനെ കൊറിയർ അയച്ചതാ. നല്ല രസല്ലേ? കാണിച്ചു തരാൻ മാത്രല്ല ബ്ലോക്ക് ഉണ്ടോന്ന് ചോദിക്കണേ. ട്രൈ ചെയ്ത് നോക്കണോ? ഇറങ്ങി നോക്ക് ഇടയ്ക്ക് ജസ്റ്റ്. അപ്പൊ അതിലൊന്ന് ഇറങ്ങി എടുത്തോ. ഞാൻ അതേ വണ്ടി ബാക്കത്തെ വണ്ടിയിലാണ് കയറിയാൽ മതി. എടുത്തോ. അപ്പം ബാക്കിലെ വണ്ടിയിലെ ഡോക്കുട്ടനെ കാണിച്ചു കൊടുക്കാം ടഫി. ഒരു സെൽഫി. അഫീഫ് ഒരു മൃഗപ്രേമി തന്നെ കേട്ടോ. വൻ മൃഗപ്രേമി, മൃഗസ്നേഹി. അപ്പൊ അതാ ബ്ലോക്ക് മൊത്തം കണ്ടുകൊണ്ടൊരു കൊരങ്ങാട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി തട്ടിയോ? ആ വണ്ടി തട്ടി പൊട്ടി കീറിട്ടോ. ഇവിടെ വെറുതെ അല്ല, ടയറ് 2 ടയറും പൊട്ടിക്കണല്ലോ. അങ്ങനെ അങ്ങനെ പൊട്ടുക? വളവന്ന് പോയി തട്ടിയാണ്. എന്തല്ല എന്തോ പറ്റിക്കണ്. ബെൽറ്റ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് ഊട്ടിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എത്തിയിരിക്കുകയാണ്. അഫി നമ്മളെ റിസോർട്ടൊക്കെ എങ്ങനെയാ പോണ്ടി? അയ്യോ തിരിക്കണോ? അസലം കാണിച്ചു കൊടുത്തത് നോക്കട്ടെ. വയ്യാ നോക്കാം. എന്തൊരു സ്ഥലേ നമ്മളിപ്പോ എവിടെയുള്ളത്? ഇതാണ് കിഴക്കൻ ചക്രവാളട്ടോ. കിഴക്കൻ ചക്രവാളത്തില് സൂര്യരശ്മികൾ പതിക്കണ കണ്ടോളി. കണ്ടിട്ടില്ലോ? കാണാത്തൊരു കണ്ടോളിട്ടാ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് രാത്രി എടുക്കുന്ന വിഷ്വലാണ്. പ്രോപ്പർട്ടിയിൽ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു, എന്നാലും ആദ്യം എടുക്കുന്ന വിഷ്വൽസിൽ പെട്ടൊരു വിഷ്വലാണ്. എന്താ വെച്ചാൽ ഇതൊന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈച്ചുവാണ് എന്നെ കൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുത്തുന്നത്. അപ്പോൾ ഈച്ചുവാണ് ചാടിക്കയറി യൂട്യൂബിലെല്ലാവരൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട് ഒരു പരിപാടികൾ വെച്ചും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഫുൾ ചെയ്ത് കൊടുക്കലാണ് എൻ്റെ പണിയിട്ട്. അപ്പോൾ ഒന്ന് കൂടിയാലോ ജിങ്കാന, പ്ലാൻ ടു ഗോ ജിങ്കാന പറഞ്ഞ പരിപാടി മെയ് 10 പതിനൊന്ന്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കണ ഫീഫനോടെ ഞാൻ വാതിലടക്കാൻ പറഞ്ഞിട്ട്. അപ്പം മെയ് 10, 11 കോച്ച് നീയാണടാ യഥാർത്ഥ സബ്സ്ക്രൈബർ. മെയ് 10, 11 കോമാച്ചി പാർക്ക് വയനാട് വെച്ച് നടക്കുന്ന. കോമാച്ചി പാർക്ക് അറിയാത്തൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് പാർക്കിൻ്റെ ഒരു വൈബും കാര്യങ്ങളും കിട്ടും. സൂപ്പർ വെൽപ്പുള്ള ഒരു അടിപൊളി പാർക്കിൽ ഈ
എന്താണ് ബേർഡ് സാഞ്ചുറിയും പരിപാടിയും കുറേ ഗെയിംസും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള പാർക്കിൽ ആണ് നമ്മളെ ക്യാമ്പ് നടക്കാൻ പോകുന്നത്. വാതിലും നടക്കും അഫീഫ്. താങ്ക് യു. അപ്പം നമ്മളെല്ലാവരും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും അന്ന് ആ പരിപാടിക്ക് എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. ഗെയിംസും കാര്യങ്ങളും വർത്തമാനവും പാട്ടും പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്യാമ്പിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും ഒരു കൂട്ടായ്മയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് ഇത്ര ഉള്ളൂ, ഇതാ നമ്പർ കാണിച്ചു കൊടുത്താൽ 9633 220 177 മെസ്സേജ് അയക്കാം കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. കാണും നമ്പർ, ഈ നമ്പർ നേരെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുക, മെസ്സേജ് അയക്കുക, നിങ്ങൾ നേരെ പരിപാടിക്ക് വരിക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമുക്ക് പ്രോപ്പർട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എത്തുന്നതിൻ്റെ മുമ്പായിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഏകദേശം നമ്മളെ പ്രോപ്പർട്ടിയിലെത്തി. അപ്പോൾ പ്രോപ്പർട്ടിയും വിശേഷങ്ങളൊക്കെ ഇനി വരാനുള്ള വ്ളോഗിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മളെ ജേണി മാത്രമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഊട്ടിയിൽ വന്നിട്ട്, ഊട്ടിയിൽ ചിന്നക്കോണൂർ പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. കിന്നക്കോറയല്ല, പാളിപ്പോയതാണ്. അപ്പം മസിൽ മെമ്മറി വന്നാട്ടോ. അപ്പോൾ എന്തായാലും ചിന്നക്കോണൂരിലെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ. അപ്പോൾ എവിടെയാണ് എന്താണുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ബസ് വരുന്ന വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്താ. ഓടിനടുത്ത പാട്ടേതാ? ഏതൊരു പാട്ടുണ്ട് എനിക്ക് കിട്ടിയില്ലല്ലേ, ഞാൻ പാടൂലേ. കടവുള്ള പോലെ കപ്പവൻ ഇവൻ പേരാസയിൽ സിതറാനിവൻ തത്തററ. അപ്പം ഇങ്ങനെ തന്നെ. അപ്പോൾ സുഹൃത്തുക്കളെ, പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ വീഡിയോ കണ്ട് അവസാനിപ്പിക്കുന്നതിന് മുന്നേ 19 ലക്ഷം 19 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തേക്കാൻ പോവുകയാണ്. അപ്പം ഒരു 20,000 ആൾക്കാരും കൂടി സബ് ചെയ്താൽ നമുക്ക് 19 ലക്ഷം ആവുന്നതാണ്. എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് 19 ലക്ഷം നമുക്ക് ആവട്ടെ. 19 lakh ഫാമിലി. ഐ എം സോ താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നിൽക്കാതെ വ്ളോഗ്സ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എവിടെയാണ് എന്താണുള്ള വിശേഷങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം.